കായിക താരങ്ങളുടെ പേശി ഘടന മനസ്സിലാക്കി അനുയോജ്യമായ കായിക ഇനം തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നാണ് പുതിയ പഠനം. ചെലവ് കുറഞ്ഞതും എളുപ്പം ചെയ്യാനാകുന്നതുമായി സാങ്കേതിക വിദ്യയുടെ ഗവേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട മുരണി സ്വദേശിനി രമ്യ ആർ നായർ. ഏറെ നിർണായകമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്ന രമ്യയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. ശരീരത്തിൽ മുറിവുണ്ടാക്കി പേശീഭാഗം ശേഖരിച്ച് ബയോപ്സിക്ക് അയക്കുന്ന രീതിയാണ് നിലവിൽ പേശീഘടന മനസ്സിലാക്കാൻ അവലംബിക്കുന്നത്. ചെലവേറിയതും കാലതാമസം എടുക്കുന്നതുമാണ് ഈ രീതി. അതിനാൽ ഇതിനോട് ആർക്കും അത്ര താല്പര്യമില്ല. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് തൊലിപ്പുറത്തു നിന്നും സ്വീകരിക്കുന്ന ഇലക്ട്രിക് സിഗ്നലുകളുടെ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പേശീഘടന മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന ഗവേഷകരുടെ പുതിയ കണ്ടുപിടുത്തം. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവേഷകർ കണ്ടെത്തിയ ഈ സാങ്കേതിക വിദ്യയ്ക്ക് പേറ്റന്റും ലഭിച്ചു. പത്തനംതിട്ട മുരണിക സ്വദേശിനി രമ്യ ആർ നായർ ഉൾപ്പെടുന്ന സംഘമാണ് പുത്തൻ സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിൽ. കായിക അഭിരുചിയുള്ള കുട്ടികൾക്ക് അവരുടെ മസിൽ ടൈപ്പോളജി എന്താണെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനുശേഷം അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് നൽകുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. ഇവിടെയാണ് മസിൽ ഫൈബർ ടൈപ്പ് അനാലിസിസ് എന്ന് പറയുന്ന റിസർച്ച് ഏരിയയുടെ ഇമ്പോർട്ടൻസ്. വളരെ റിയലബിൾ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മസിൽ ഫൈബർ ടൈപ്പ് അനാലിസിസിന് കൊണ്ടുവരിക എന്ന ഡോക്ടർ വേണുഗോപാൽ ജിയുടെ അദ്ദേഹം NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കായിക മേഖലയിൽ തന്നെ വിപ്ലവമാകുന്ന പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച രമ്യ ആർ നായർക്ക് മുരണിയിൽ നാടിൻ്റെ അനുമോദനം നൽകി ആദരിച്ചു. കോളേജിലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വകുപ്പ് പ്രൊഫസർ G വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിന് IIT മദ്രാസിലെ പ്രൊഫസർ S രാമകൃഷ്ണനാണ് പിന്തുണ നൽകിയത്. രമ്യ ആർ നായർ കൂടാതെ ഗവേഷണ വിദ്യാർത്ഥി ദിവ്യ ശശിധരനും ഗവേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട.